എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. രാവിലെ നേരെ നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ ഉണ്ടാക്കിയെടുക്കുന്ന അതും മുട്ട ഉടച്ചൊഴിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അരി ഒന്ന് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി അരിയാണ്, ജീരകശാല വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് എടുത്ത് നല്ലപോലെ കഴുകി നമുക്കിത് വെള്ളമൊഴിച്ച് ഒന്ന് വാരാൻ വെക്കാം കേട്ടോ. ഇനി ഞാനൊരു സാധനം കാണിച്ചു തരാം. നമ്മൾ ഒരു കുക്കർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് നമ്മുടെ ഉടച്ചൊഴിച്ച മുട്ട ബിരിയാണി കേട്ടോ, പുതിയ കുക്കറിൽ. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കർ ഉണ്ട്, പക്ഷെ അത് ചില സമയം അതൊന്ന് വെള്ളം വന്നിട്ട് അത് വിസിലും അടിക്കില്ല, അടുക്കി പിടിക്കും. പിന്നെ അതുമാത്രമല്ല, അതിൽ വാഷർ മാറ്റിക്കഴിഞ്ഞാൽ അത് വാഷർ കിട്ടുവാനും ഇല്ല കേട്ടോ. വാഷർ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ആദ്യം അതിൻ്റെ വാഷർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് ചില നേരത്തെ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുക്കർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈയുടെയാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു 5 ലിറ്ററിൻ്റെ വാങ്ങിയിരിക്കുന്നത്. നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുക്കർ ഇൻഡക്ഷൻ സ്റ്റൗവിലും വെക്കാം കേട്ടോ. അപ്പോൾ അതിന് കൂടെ പറ്റിയിട്ടുള്ള ഒരു കുക്കറാണ് വാങ്ങിയിരിക്കുന്നത്. നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ. മൂടിയും തന്നെ എല്ലാം നല്ല കനമുണ്ട്. അപ്പോൾ ഇന്ന് ഇതിലാണ് നമ്മുടെ മുട്ട ബിരിയാണി നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നിട്ട് അങ്ങനെ വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ പുതിയ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ പുതിയത് എന്തായാലും അത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണിക്കുള്ള കുക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിന് ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ബിരിയാണി നമ്മൾ എപ്പോഴും ഒരേ സ്റ്റൈലിലല്ലേ ചെയ്യാറുള്ളത്. മുട്ട വേവിച്ച് അത് അതിൽ ചേർത്തിട്ടും വെച്ചിട്ടും ദം ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. ഉടച്ചൊഴിച്ച് നമ്മൾ മുട്ട ബിരിയാണി ചെയ്യുന്ന സമയത്ത് ആ മുട്ടയുടെ ഫ്ലേവർ ഫുള്ളായിട്ട് നമ്മൾ റൈസിലൊക്കെ ഇറങ്ങി അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉടച്ചൊഴിച്ചിട്ടുള്ള മുട്ട ബിരിയാണി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്, സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുട്ട വേവിക്കുന്ന സമയവും കൂടെ ഇതിലേക്ക് ലാഭിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് കാര്യം കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ നല്ലപോലെ കഴുകി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കുക്കറിൽ ആദ്യമായിട്ട് വെക്കുകയാണ്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇതിൻ്റെ പാകവും പക്വതയും നമുക്ക് അത്ര അറിയില്ലല്ലോ, പുതിയ കുക്കർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കൊന്ന് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ കുക്കറിൽ അങ്ങനെ ബിരിയാണി എപ്പോഴും വിസിലടിച്ച് റെഡിയാക്കാറില്ല, ദം ചെയ്തിട്ട് റെഡിയാക്കാറുണ്ട്. ഇപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കുക്കറിൽ ഇങ്ങനെ വിസിലടിച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ കുറച്ച് ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്. ഉള്ളി വഴറ്റാൻ വെച്ച ശേഷമായിരിക്കും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്തായാലും അത് വഴണ്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ആ നേരം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരേപോലെ റെഡിയാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയം വേസ്റ്റാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. നല്ലപോലെ വഴണ്ടതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി 2 പച്ചമുളക് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് നമ്മുടെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം നല്ലപോലെ തന്നെ ഒന്ന് മാറി വരണം. പച്ചമണം നല്ലപോലെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷവും ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും ഇത്തിരി കല്ലുപ്പ് ചേർക്കും, തക്കാളി വഴറ്റുമ്പോഴും കുറച്ച് കല്ലുപ്പ് ചേർക്കും കേട്ടോ. തക്കാളി വഴറ്റുമ്പോഴും നമ്മൾ കുറച്ച് കല്ലുപ്പ് ചേർക്കണമെങ്കിൽ തക്കാളിയിലെ നീരെല്ലാം പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട്
നല്ലപോലെ വഴണ്ടി വരും. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇത്തിരീശെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ കിടന്ന് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടി വരണം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വന്ന സമയത്ത് കുറച്ച് നമ്മുടെ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമായിരിക്കും കേട്ടോ. പുതിനയിലയുടെ ആ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചേർക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്ന സമയത്ത് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ബസ്മതി അരിക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇത് കുക്കറിലായതുകൊണ്ട് തന്നെ, പുതിയ കുക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കമ്മിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. 2 പ്രാവശ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് ഊറ്റി വെച്ചിട്ട് നമ്മുടെ ബസുമതി അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളെപ്പോഴും സാധാരണ എങ്ങനെയാണോ വെക്കുന്നത് പറഞ്ഞാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരി കൂടെ ചേർത്ത് സൈഡൊക്കെ ഒരു തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എത്ര മുട്ട വേണോ അത്രയും മുട്ട നമുക്ക് ഓരോ സൈഡായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഇളക്കുക ഒന്നും ചെയ്യരുത്. അതേപടി തന്നെ അങ്ങനെ നമ്മൾ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് അടച്ച് വിസിലടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവിടെയും പരന്നു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ചെയ്യരുത്. ഇതുപോലെ കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് നല്ലപോലെ തന്നെ അടച്ചിട്ട് 1 വിസിൽ അടുപ്പിച്ചെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്താ 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അത് നല്ലപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വേണമെങ്കിൽ നമുക്ക് മുട്ട വെക്കുന്നതിൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് ശേഷമാണ് നമ്മുടെ ക്യാപ്സിക്കം കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ. അത് പിന്നെ നമ്മൾ വേഗം തന്നെ അരിഞ്ഞിട്ട് സാലഡിലൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പച്ചമുളകിന് പകരം നമ്മൾ കുടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാലഡിന് ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുടമുളക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു. ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ വലിയ ഉള്ളി നമ്മൾ തൈര് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കർ വിസിലടിച്ചിട്ട് നമ്മൾ ആവി പോയതിന് ശേഷം അരമണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുക്കർ വിസിലടിച്ച് അതിൻ്റെ മുഴുവൻ പ്രഷർ പോയി കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ മുഴുവൻ പ്രഷർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് പുതിയതായതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ചെയ്യാനൊരു പ്രശ്നം. അപ്പോൾ ഇതാ നല്ലപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒഴിച്ച മുട്ടയൊക്കെ അതേപോലെ തന്നെ നല്ല രീതിക്ക് വെന്ത് നല്ലപോലെ തന്നെ കലങ്ങാണ്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുട്ട മുട്ട ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ട ഇതുപോലെ കാണില്ല. ഫുള്ളായിട്ട് എല്ലാവിടെയും പരന്ന് ആകപ്പാടെ ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കരുത് എന്ന് പറയുന്നത് കേട്ടോ. മുട്ട ഇളക്കാണ്ടിരുന്നാൽ ഇതുപോലെ നമ്മൾ മുട്ട വറുത്ത പോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാകും. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഫ്ലേവർ ഫുള്ളായിട്ട് നമ്മുടെ റൈസിലേക്ക് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ പാകം തന്നെയാണ്. ഞാൻ പുതിയ കുക്കറായത് കാരണം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ല കേട്ടോ, കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ നല്ലപോലെ തന്നെ ഉതിരിയായിട്ട് തന്നെ ഉണ്ട്. ഓവറായിട്ട് വെന്ത് പോയിട്ടുമില്ല, എന്നാൽ വേവായില്ല കേട്ടോ. നല്ലപോലെ വെന്ത് നല്ലപോലെ തന്നെ നമ്മുടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റൈസ്. അപ്പോൾ രാവിലെ നേരം കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട വേവിച്ച് റൈസ് ഉണ്ടാക്കി മസാലയൊക്കെ വഴറ്റിയെടുക്കുമ്പോഴേക്കും സമയം ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒരു ജോലി എളുപ്പമാകും കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാനുള്ള മുട്ടയും റെഡിയാകും. അതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഉടയാണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിങ് ചെയ്യാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ആദ്യം തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബിരിയാണി വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയായിട്ട് ഇഷ്ടമാകും കേട്ടോ. മുട്ട ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് പോരാത്തതിന് ഓവർ മസാലയൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു മുട്ട ബിരിയാണിയാണ്. ചില കുട്ടികൾക്ക് ഓവർ മസാല പറയുമ്പോൾ അവർക്ക് കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ചിലപ്പോൾ എരിവ് കൂടുതലാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്ക് നമ്മുടെ റൈസിന് മേലെ ബുൾസൈ വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിക്കാത്ത കുട്ടികളും ഇതുപോലെ കാണുമ്പോൾ
എന്തായാലും കഴിക്കും. അപ്പോൾ നമ്മുടെ പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ കുക്കറിൽ വെച്ചിട്ടുള്ള നമ്മുടെ ആദ്യത്തെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാലഡും കുറച്ച് മുട്ടയും കുറച്ച് റൈസൊക്കെ എടുത്ത് ഒന്നൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലുണ്ടാക്കി ആദ്യത്തെ നമ്മുടെ അക്ഷയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. മസാല പറയുമ്പോൾ സിമ്പിൾ മസാലയാണ്. നമുക്ക് കഴിക്കുമ്പോൾ ഒരുപാട് നമുക്കത് എന്താ പറയുക തികട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ മുട്ട ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വളരെ എളുപ്പത്തിൽ ഒറ്റ വിസിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.